ഹായ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട. ലവ് ലേക്കിങ്ങിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് പോവാം. അവൾ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുമ്പോൾ അവൻ അവളുടെ പുറകെ ചെന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, വെയിറ്റേ, നിനക്കെങ്ങനെ മനസ്സിലായി ഞാൻ ഇവിടെ ഇല്ലായിരുന്നു എന്ന്? അവൾ പറയും, അപ്പോൾ നീ അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലേ? അവൻ ചോദിക്കും, നീ എന്നെ ടെസ്റ്റ് ചെയ്യുമായിരുന്നോ? അപ്പോൾ അവൾ പറയും, നമ്മൾ വന്നതിന് ശേഷമാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. ഞാൻ ബാത്റൂമിലേക്ക് നോക്കിയപ്പോൾ അവിടെ ചെളി പുരണ്ട പാടി കിടക്കുന്നുണ്ടായിരുന്നു. അതിനർത്ഥം നീ പുറത്ത് പോയിരുന്നു എന്നല്ലേ? അവരന്വേഷിക്കുന്ന പുറത്തുനിന്ന് വന്ന ഒരാൾ അത് നീയല്ലേ? അപ്പം നമുക്കൊരു ഡീല് വെക്കാം. നീ എന്നെ വെറുതെ പോകാനായിട്ട് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അവരോടൊന്നും പറയത്തില്ല. കെ തിരിച്ചു പറയും, നീ എന്താ വിചാരിച്ചത്? നിനക്ക് ആ കാര്യം അറിയാവുന്നതുകൊണ്ട് നിനക്കങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്നോ? എനിക്കിപ്പോൾ വേണമെങ്കിലും നിന്നെ കൊല്ലാനായിട്ട് സാധിക്കും. അവളെന്ന് ധൈര്യത്തിൽ പറയാണ്, എന്ന് നീ എന്നെ അങ്ങ് കൊന്നേക്ക്. അവൻ ചോദിക്കും, നിനക്ക് മരിക്കാനായിട്ട് പേടിയില്ലേ? അവൾ പറയും, ഉറപ്പായിട്ടും എനിക്ക് മരിക്കാൻ പേടിയാണ്, പക്ഷെ ഞാൻ ജീവിക്കാനായിട്ടൊരു വഴി കണ്ടുപിടിക്കുകയാണിപ്പോൾ. എന്തായാലും അവർ പുറത്തുനിന്ന് വന്ന ഇൻട്രൂഡർ ആരാണെന്ന് ഇന്ന് തന്നെ അന്വേഷിക്കും. പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവരുറപ്പായും ഇവിടെയുള്ള ആരെങ്കിലും സംശയിക്കും. എന്നെ നീ ഇപ്പോൾ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് വേറെ ആരും ഉണ്ടാവില്ല. നീയും അവസാനം മരിക്കേണ്ടി വരും. ഒന്നുകിൽ നീ എന്നെ വെറുതെ വിടണം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. അവളിങ്ങനെ ഡയറിങ് ആയിട്ട് ഓരോന്നും പറയുന്നത് കണ്ടിട്ട് അവൻ കുറച്ചു നേരം മിണ്ടാതെ നിൽക്കും. എന്നിട്ട് അവളെ നോക്കി പറയും, ഞാൻ ശരിക്കും നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. എന്താണെന്ന് വെച്ചാലേ, എനിക്കാരും എന്നെ ത്രെട്ടൻ ചെയ്യുന്നത് അങ്ങനെ ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ കാലിൽ അവനൊരു വാച്ച് പോലത്തെ സംഭവം കെട്ടുകയാണ്. അവൾ പെട്ടെന്ന് പേടിച്ചു പോകും. അവനെ തള്ളി മാറ്റാനായിട്ടൊക്കെ നോക്കും. അവളിങ്ങനെ പേടിച്ചും കൊണ്ട് എന്താ അതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും, ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ എക്സ്പ്ലോഡ് ചെയ്യും. നീ ഇനി അത് ഊരി മാറ്റാനൊന്നും ശ്രമിക്കേണ്ട, അതിൻ്റെ കോഡ് എൻ്റെ കയ്യിൽ സേഫാണ്. അവളിങ്ങനെ പിടിച്ചും വാങ്ങാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അവൻ അവളെ തള്ളി മാറ്റുകയാണ്. അപ്പോൾ അവൾ പറയും, നിനക്ക് ഭ്രാന്താണ്. അവൻ വന്നിട്ട് പറയും, ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഭ്രാന്താണ്. നീ എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയ ഉറപ്പായിട്ടും നീ മരണപ്പെടും. അപ്പോൾ അവൾ ചോദിക്കും, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് വീട്ടിൽ പോയാൽ മാത്രം മതി, എന്നെ വെറുതെ വിട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ മൈൻഡ് ചെയ്യാണ്ട് തിരിഞ്ഞങ്ങോട്ട് പോവുകയാണ്. ഇവിടെ കുഞ്ഞാണെങ്കിലും മറ്റു പയ്യന്മാരോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം അവിടെ നിന്നെന്തോ ഒരു ലെഡ്ജർ അത് മിസ്സായിട്ടുണ്ട്, ആരോ പുറത്തുനിന്ന് വന്നത് എടുത്തുകൊണ്ട് പോയതാണ് എന്നവൻ പറയുകയാണ്. അപ്പോൾ സെക്യൂരിറ്റി സ്റ്റാഫ് പറയും, പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല, ഷുവറാണ്, ഞാനിവിടെ സെക്യൂരിറ്റി ടൈറ്റൻ ആക്കി വെച്ചേക്കുകയാണ്, ആരും വരാനായിട്ട് ഒരു സാധ്യതയും ഇല്ല, ചിലപ്പോൾ ഇവിടെയുള്ള ആരെങ്കിലും തന്നെ കളിക്കുന്നതായിരിക്കും എന്നവൻ പറയാണ്. അപ്പോൾ കുഞ്ഞും പറയാണ്, ഉറപ്പായിട്ടും ഇന്നൊരാൾ സസ്പീഷ്യസ് ആയിരുന്നു. പിറ്റേ ദിവസമായി കെയും അവളും ഒരു ബെഡിൽ തന്നെ ഉറങ്ങുകയാണ്. അപ്പോൾ അവളാണെങ്കിൽ മറ്റേ കാലിൽ കെട്ടിയിരിക്കുന്ന സംഭവത്തിൻ്റെ കൺട്രോൾ ബട്ടൺ എടുക്കാനായിട്ട് അവൻ്റെ പോക്കറ്റിലേക്ക് കൈയിടുകയാണ്. നീ എന്തായി കാണിക്കുന്നതെന്നും പറഞ്ഞ ഉടനെ കെ അവളുടെ കൈ പിടിച്ച് മാറ്റിയിട്ട് അവളുടെ പുറത്തേക്ക് കയറുകയാണ്. അവൾ പറയും, എനിക്കൊന്ന് കുളിക്കണം. അവൾ കുളിക്കാനായിട്ട് പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ കാലി കെട്ടിയിരിക്കുന്ന സംഭവം അവൾ വലിച്ചൊക്കെ നോക്കുകയാണ്. പക്ഷേ മരിച്ചു പോകുമെന്നുള്ള ഭയത്താൽ അതവിടെ വിടുകയാണ്. അവൾ ഫ്രഷായി പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഡോർ തുറക്കുമ്പോൾ അവൻ അവിടെ വാതിലിൻ്റെ അവിടെ തന്നെ നിൽപ്പുണ്ട്. അവൻ ചോദിക്കും, എന്തിനാ ഇത്ര സമയം എടുത്തേ? അവൻ നോക്കുമ്പോൾ അവൾ അവൻ്റെ ഷർട്ടാണ് ഇട്ടേക്കുന്നത്, വേറെ ഡ്രസ്സൊന്നും ഇല്ലല്ലോ അവൾക്ക് അവിടെ ഇടാനായിട്ട്. അവനകത്തേക്ക് കയറി വരും ഡോർ തുറന്ന്. അപ്പോൾ അവൾ ചോദിക്കും, നീ എന്താ കാണിക്കുന്നത്? അവനവൻ്റെ ഷർട്ടൊക്കെ ഊരുമ്പോൾ അവളൊന്ന് ഭയക്കും. പക്ഷേ അവനവൻ്റെ ഷർട്ട് ഊരി അവൾക്ക് അരയിൽ കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ പറയും, പുറത്തോട്ട് ഞാൻ ആരെങ്കിലും പറഞ്ഞു വിടാം നിനക്ക് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങാനായിട്ട്. അപ്പോഴേക്കും അവിടെയുള്ള പയ്യന്മാരൊക്കെ അവിടെ വന്ന്, കെ കുഞ്ഞിനെ നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട് എന്ന് പറയുകയാണ്. കെ അങ്ങനെ പുറത്തേക്ക് പോവും. പുറത്ത് പോകുന്നതിന് മുന്നേ അവൻ അവളെ വാൺ ചെയ്യുകയാണ്, നീ എന്തെങ്കിലും പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് നീ തന്നെ അനുഭവിക്കേണ്ടി വരും. അവൻ പുറത്തേക്ക് പോയ സമയം കുഞ്ഞ് കുറച്ച് പയ്യന്മാരെയും കൂട്ടിയിട്ട് വന്നിട്ട് ഇവളെ കെട്ടിയിടുകയാണ്. എന്നിട്ട് അവളെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ബാക്കിയുള്ള പയ്യന്മാർ കുഞ്ഞിനോട് പറയുന്നുണ്ട്, നമുക്ക് കെയോട് ഡയറക്റ്റ്ലി ചോദിച്ചാൽ പോരെ, എന്തിനാ ഇവളെ കെട്ടിയിട്ട് ചോദ്യം ചെയ്യുന്നത്? അപ്പോൾ കുഞ്ഞ് പറയും, അവനോട് ഡയറക്റ്റായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഒരു തുമ്പും കിട്ടത്തില്ല, പക്ഷേ ഇവളെ നമുക്ക് ചോദ്യം ചെയ്യാം. ബോസ് വരുമ്പം എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ ബോസ് ഹാപ്പി ആവും. അപ്പോൾ അവളിങ്ങനെ ഡോറിലോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് ചോദിക്കും, എന്താ കെ നിന്നെ സേവ് ചെയ്യാൻ വരുമെന്നാണോ എൻ്റെ വിചാരം? അവളെ തിരിച്ച് ചോദിക്കും, ഞാനിപ്പോൾ കെയുടെ ആളാണ്, നിനക്ക് പേടിയില്ലേ കെ? അപ്പോൾ കുഞ്ഞ് പറയും, നീ എന്താ കെയുടെ വെറും ഒരു കളിപ്പാ, നിന്നെ ഞാൻ പേടിക്കാനോ? നീ പറ, കെ ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്നോ, അതോ അവനെവിടെയെങ്കിലും പുറത്തോട്ട് പോയോ? അവളൊന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ കുഞ്ഞ് പറയാണ്, എനിക്കറിയാമായിരുന്നു നിൻ്റെ വായിന്ന് ഒന്നും വരത്തില്ല എന്ന്, അതുകൊണ്ട് തന്നെയാണ് നിനക്ക് വേണ്ടി ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തേക്കുന്നത് എന്നും പറഞ്ഞൊരു നീഡിലെടുത്തുകൊണ്ട് വരികയാണ്. എന്തോ മയക്കുമരുന്ന് ചേർത്തൊരു ഡ്രഗാണത്. അപ്പോൾ അത് കുത്തുമോ എന്ന് പേടിച്ചിട്ട് അവൾ പറയാണ്, ഞാൻ പറയാം, ഞങ്ങൾ ഇന്നലെ രാത്രി മുറിയിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല. അപ്പോൾ കുഞ്ഞിന് വീണ്ടും ദേഷ്യം വരികയാണ്, നീ എന്താ എന്നെ കളിപ്പിക്കുകയാണോ എന്നും പറഞ്ഞ് അവളുടെ നേരെ ഗണ്ണ് ചൂണ്ടും. അപ്പോൾ അവൾ പറയും, ഞാൻ സത്യമാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കെയെ ഞാൻ മോണിറ്റർ ചെയ്യാം. അപ്പോൾ കുഞ്ഞ് പറയും, നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ?
അപ്പോൾ അവൾ പറയും ഉറപ്പായിട്ട് എന്നെ വിശ്വസിക്കണം, കാരണം എനിക്ക് ജീവിക്കണം. കുൻ പറയും ഓക്കെ ഞാൻ നിന്നെ വിടാം, പക്ഷെ നീ ഒരു കാര്യം പറയണം. കെ എന്നുള്ള റൂമിന് പുറത്ത് പോയി എന്ന് പറയണം. നിനക്ക് 3 സെക്കൻഡ് സമയം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നീഡിൽ അടുത്തേക്ക് വെച്ചിട്ട് പേടിപ്പിക്കുകയാണ് അവളെ. അപ്പോഴേക്കും ഡോറും തള്ളി തുറന്ന് നമ്മുടെ കെ അകത്തേക്ക് വരികയാണ്. കെ പറയും നിനക്ക് വേണമെങ്കിൽ ഞാൻ അവളെ തരുമായിരുന്നു, പക്ഷെ അവളെ ഉപയോഗിച്ച് നീ എന്നെ നേരെ തിരിക്കുന്നത് അത് ശരിയല്ല. നിനക്ക് തോന്നുന്നുണ്ടോ ഇത്രയും ഗാർഡ്സിന് ഇടയിൽ കൂടെ ചെന്ന് അവൾ എന്തെങ്കിലും മോഷ്ടിക്കുമെന്ന്? അപ്പോൾ കുഞ്ഞ് പറയാണ് അതിന് ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ ഇന്നലെ രാത്രി എന്തെങ്കിലും മോഷണം പോയിന്ന്. നിനക്ക് എൻ്റെ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയോ? ഞാൻ അവളെ ചോദ്യം ചെയ്യുമ്പോൾ എനിക്ക് പിടികിട്ടും ഇവിടുത്തെ മോൾ ആരാണെന്ന്. കുഞ്ഞ് അവളെ കുത്തിവെക്കാനായിട്ട് ആക്ഷൻ ആംഗ്യം കാണിക്കുകയാണ്. അപ്പോൾ കുത്തിവെക്കാനായിട്ട് വരുമ്പോൾ കെ ഒരു സാധനം എടുത്ത് അവൻ്റെ കയ്യിലോട്ട് എറിയും. കുഞ്ഞ് കെയോട് ദേഷ്യപ്പെടാണ്. കെ നീ എന്നോട് റീബൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണോ? കെ വന്ന് കുഞ്ഞുമായിട്ട് ഫൈറ്റ് നടത്തും. എന്നിട്ട് അവളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും നീ ഓക്കെ ആണോ, നിനക്ക് നടക്കാൻ പറ്റുമോ? അപ്പോഴേക്കും അവൾ ബോധം കെട്ട് അവൻ്റെ പുറത്തേക്ക് വീഴും. അവൻ അവളെ എടുത്തിട്ട് പറയും ഞാൻ ഇവളെ കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ കുഞ്ഞ് പറയും ഞാൻ നിനക്ക് ഒരുപാട് ചാൻസ് തന്നു, ഇനി ഞാൻ നിനക്ക് ചാൻസ് തരില്ല, എല്ലാവരും അവനെ ചെന്ന് പിടിക്കുകയെന്നും പറഞ്ഞ് കുഞ്ഞ് ഓർഡർ ചെയ്യുകയാണ്. കെ അവളെ ഇങ്ങനെ കയ്യിലെടുത്തേക്കുവാണല്ലോ. കൂടെയുള്ളവന്മാരൊക്കെ കെയെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഓടി വരികയാണ്. അവളെ കയ്യിൽ വെച്ചും കൊണ്ട് തന്നെ അവൻ അവരെയൊക്കെ ഫൈറ്റ് ചെയ്തിടുകയാണ്. പക്ഷെ അതിലൊരുത്തൻ അവളെ എയിം ചെയ്ത് അടിക്കാനായിട്ട് ഓടി വരുമ്പോഴത്തേക്കും കെ ഇടയ്ക്ക് കയറി നിൽക്കുന്നുണ്ട്. കെയ്ക്കാണ് അടി കൊള്ളുന്നത്. അവിടെയുള്ളവരെല്ലാവരെയും ഫൈറ്റ് ചെയ്തിട്ട് കെ അവളെയും എടുത്ത് പുറത്തേക്ക് പോവുകയാണ്. കുറേ കഴിഞ്ഞ് അവൾ ഉണർന്ന് നോക്കുമ്പോഴത്തേക്കും അവളുടെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അവൾ നോക്കുമ്പോൾ അവനും അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അവൻ പറയും നീ പേടിക്കൊന്നും വേണ്ട, ഒരു ലേഡി ഉണ്ടായിരുന്നു, അവരാണ് നിന്നെ വന്ന് ചേഞ്ച് ചെയ്തത്. അവൾ നോക്കുമ്പോൾ അവളുടെ കാലിൽ ഇപ്പോഴും മറ്റേ സംഭവമുണ്ട്. അവൾ അവനോട് ചോദിക്കും ഇതെൻ്റെ കാലിൽ നിന്ന് മാറ്റിക്കൂടെ? അവനങ്ങനെ വന്നിട്ട് അത് അവളുടെ കാലിൽ നിന്ന് എടുത്ത് അവളുടെ കയ്യിലിടുകയാണ്. അപ്പോൾ അവൾ പറയും നീ എന്താ കാണിക്കുന്നത്? കെ പറയും ഇത് ബോംബൊന്നുമല്ല, അതൊരു ട്രാക്കറാണ്, നീ എവിടെ പോകുന്നു എന്നറിയാനായിട്ട് അത് ട്രാക്ക് ചെയ്യാൻ പറ്റും. കുഞ്ഞ് അത്ര പെട്ടെന്നൊന്നും ഗീവ് അപ്പ് ചെയ്യത്തില്ല. നീ എൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാനും നോക്കണ്ട. അവൾ പറയും ഞാൻ എൻ്റെ എല്ലാ ചാൻസും എടുത്ത് ഈ ഐലൻഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചാലോ? കെ പറയും എനിക്ക് പോലും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല, പിന്നെയാണ് നീ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നീ എന്തായാലും മരണപ്പെടും. അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് വന്ന് നേരത്തെ മുറിവ് പറ്റിയല്ലോ നെറ്റിയിൽ, മരുന്ന് വെക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഗൂനിയാനും ഉടനെ പുറകെ വന്നിട്ട് പറയും ആ മെഡിസിൻ അല്ല ഞാൻ വെച്ച് തരാമെന്നും പറഞ്ഞിട്ട് അവൾ മരുന്ന് വെക്കുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് നിനക്കെന്താ പറ്റി മനംമാറ്റം? എനിക്ക് മെഡിസിനൊക്കെ വെച്ച് തരാനായിട്ട് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ അവൾ പറയും നീയല്ലേ എന്നെ രക്ഷിച്ചത്, അതുകൊണ്ട് ഞാൻ റീപേ ചെയ്യുന്നു എന്ന് കരുതിയാൽ മതി. അവളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറയും മതി വെച്ചത്, എനിക്ക് മറ്റൊരാളെന്നെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് മാറ്റാണ്. അപ്പോൾ അവൾ പറയും നിൻ്റെ നെറ്റിയിലുള്ള മുറിവ് സീരിയസ് ആണ്, ചിലപ്പോൾ ഫെയ്റ്റിലാകാനും ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം. ഇപ്പം നമ്മൾ രണ്ടും സെയിം ബോട്ടിലാണ്, അറ്റ്ലീസ്റ്റ് നീ എന്നെ ട്രസ്റ്റ് ചെയ്യുമെങ്കിലും ചെയ്യണം എന്നും പറഞ്ഞ് അവൾ വീണ്ടും മരുന്നൊക്കെ വെച്ചിട്ട് നെറ്റിയിൽ അത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഗൂനിയൻ പറയും നീ ആരാണെന്നോ നിന്നെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഞാൻ ഹോപ്പ് ചെയ്യുന്നുണ്ട് നിനക്കെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കഴിയുമെന്ന്. അപ്പോൾ അവ ഇങ്ങനെ ചാരി നിന്നിട്ട് ചോദിക്കും അപ്പോൾ നിനക്കെന്നെ ഒട്ടും വിശ്വാസമില്ലല്ലേ? ഗൂനിയൻ പറയും നീ മറ്റുള്ളവരെ പോലെയൊന്നുമല്ല. അത് കേൾക്കുമ്പോൾ അവൻ ചാടി എഴുന്നേക്കാണ്. എന്നിട്ട് അവളടുത്ത് ചോദിക്കും എങ്ങനെയാ ഞാൻ മറ്റുള്ളവരെ പോലെ അല്ലാതിരിക്കുന്നത്? എന്ത് ഡിഫറൻസാണ് നീ കാണുന്നത്? അവൻ അടുത്തോട്ട് വരുമ്പോൾ അവൾ പേടിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയും കണ്ടോ ഞാൻ ഇത്ര അടുത്ത് വന്നിട്ട് നിനക്കെന്നെ പേടിയാണ്. അവൾ പറയും എനിക്ക് നിന്നെ പേടിയില്ല, അറ്റ്ലീസ്റ്റ് ഇത്രയും ചാൻസ് ഉണ്ടായിട്ട് പോലും നീ എന്നെ ഹേർട്ട് ചെയ്തില്ലല്ലോ. അത് കേട്ടുമ്പോൾ അവനൊന്ന് ചിന്തിച്ചിട്ട് പറയും ശരി നമുക്ക് ഇന്ന് രാത്രി തന്നെ ഈ ഐലൻഡ് വിടാം, ഞാൻ കുഞ്ഞിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിർത്താം, നീ ഇന്ന് രാത്രി എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അവൾ ചോദിക്കും നീ എന്നെ ഹെൽപ്പ് ചെയ്യുമോ? അവൻ പറയും ഞാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ നീ എസ്കേപ്പ് ചെയ്യാനായിട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബാക്കി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരെ സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദിസ് ടു റീപാണ്ട.